ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് വലിയ ഡിസ്പ്ലേ ഉള്ള TV ഒക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊക്കെ പുറമെ പ്രൈം, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെ ഒരുപാട് എണ്ണത്തിൽ നമ്മൾ പ്രൈം മെമ്പർഷിപ്പും ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിലൊക്കെ 4K ഉണ്ട്, ഡോൾബി അറ്റ്മോസ്ഫിയർ ഉണ്ട്, അതേപോലെ തന്നെ സറൗണ്ടിങ് സിസ്റ്റം എല്ലാ സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ഈ ടിവിയിലുള്ള സ്പീക്കറിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ തകരത്തിലടിച്ച പോലെ ആയിരിക്കും പെട്ടപ്പെട്ട ഫ്രൈ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒറിജിനൽ സൗണ്ട് ക്വാളിറ്റി നമുക്ക് കിട്ടില്ലല്ലേ. എന്നാൽ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ പോക്കറ്റിലുള്ള ക്യാഷ് ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ടാവും. ഇത്രയും ക്യാഷ് കൊടുത്ത് ഇങ്ങനെ ഒരു നല്ലൊരു സെറ്റപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് സൗണ്ട് ക്വാളിറ്റി ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും കാണാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ ബഡ്ജറ്റ് പ്രൈസിൽ നമുക്കൊരു സൗണ്ട് ബാറും ഒരു സൗണ്ട് ബൂഫറും അതും ഫുള്ളി വയർലെസ്സിൽ കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഗോവോ എന്ന ബ്രാൻഡിന്റെ വയർലെസ് സബ് ബൂഫർ ഉള്ള സൗണ്ട് ബാർ ഗോ സറൗണ്ട് 920 എന്ന് പറയുന്ന മോഡലാണിത്. ഇനി TV കാണുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് ഒരു ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺ ഉണ്ട്. GOBOLD 400 എന്ന് പറഞ്ഞിട്ട് ഒരു വയർലെസ് ഹെഡ്ഫോൺ ആണ്. ക്യാഷ് വളരെ കുറവാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇതിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഈ ഒരു വലിയ സൗണ്ട് ബാർ കാണുന്ന സമയത്തും പിടിക്കുന്ന സമയത്തും നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ നമുക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് മെറ്റാലിക് മെഷ് ആണ് മുഴുവനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഗോബോ ലോഗോയുടെ നേരെ തൊട്ട് മുകളിലായിട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രം കാണാൻ പറ്റുന്ന ഒരു ഹിഡൻ LED ഡിസ്പ്ലേയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൗണ്ട് ബാർ 2.25 ഇഞ്ചിന്റെ 4 എക്സ്ക്ലൂസീവ് ഡ്രൈവേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് ഭാഗത്തായിട്ട് ചുമരിൽ നമുക്ക് ഇങ്ങനെ ഹുക്ക് ചെയ്ത് വെക്കാനായിട്ടുള്ള 2 ഹോൾസും നൽകിയിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾ വീഡിയോ തുടങ്ങിയ മുതൽ ഈ ഒരു പച്ച കളർ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇതിന്റെ 2 സൈഡിലായിട്ടും പിന്നെ മുന്നിൽ താഴ്ഭാഗത്തായിട്ട് ഒരു ലൈന് പോലെയും ഇതിന് പച്ച LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് പുതിയ ഇറങ്ങുന്ന സൗണ്ട് ബാർസിലൊന്നും ഞാൻ അധികമായിട്ട് കണ്ടിട്ടില്ല. വേറെ ഇതിനെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനി സബ് വൂഫർ നോക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞ പോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ കാണാനും പിടിക്കാനും ഒക്കെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് നൽകുന്നുണ്ട്. ഇത് ഫുള്ളി വയർലെസ്ലി ആണ്. അതായത് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സൗണ്ട് ബാർ ഒന്ന് പവറിൽ കണക്ട് ചെയ്യുക, അതേപോലെ തന്നെ സബ് വൂഫറും പവറിൽ കണക്ട് ചെയ്യുക. വേറെ വയർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്ക് പലതരത്തിലും കണക്ട് ചെയ്യാവുന്നതാണ്. ബ്ലൂടൂത്ത് 5.0 യൂസ് ചെയ്തുകൊണ്ട് ലോ ലേറ്റൻസിയിൽ ധൈര്യമായിട്ട് തന്നെ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, TV ഇതിലെല്ലാം സുഖകരമായിട്ട് തന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഓക്സ്, ഒപ്റ്റിക്കൽ, HDMI, ARC ഉപയോഗിച്ചും USB പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെ പെൻഡ്രൈവ് കണക്ട് ചെയ്തുകൊണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന്റെ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഇവിടെ സൈഡിലായിട്ട് തന്നെ നമുക്ക് പവർ ഓഫ് ഓൺ ചെയ്യാൻ, ഇൻപുട്ട് ചേഞ്ച് ചെയ്യാൻ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനും പൗസ് ആൻഡ് പ്ലേ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതും പിന്നെ ഈ കത്തി നിൽക്കുന്ന പച്ച കളർ LED ഓഫ് ഓൺ ചെയ്യാനുള്ള ബട്ടണും ഇതെല്ലാം തന്നെ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനും അതിന് പുറമെ തന്നെ ബാസ്, ട്രബിൾ ഇതെല്ലാം കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഇതുണ്ട്. ഇനി ഇതിനൊക്കെ പുറമെ തന്നെ പലതരത്തിലുള്ള മോഡിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പാട്ടിന്റെ ആ ഒരു ഇതൊക്കെ എടുത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മ്യൂസിക് മോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. നിങ്ങൾ മൂവി കാണിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പാസും ആ ഒരു സംഭവമൊക്കെ വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു മൂവി ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൂവി മോഡിലേക്ക് ചേഞ്ച് ആവും. നിങ്ങൾ വാർത്തകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ പറയുന്നതായിരിക്കും അധികം കേൾക്കേണ്ടി വരും അല്ലേ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ന്യൂസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസ് മോഡ് എന്നുള്ള രീതിയിലേക്ക് മാറും. പിന്നെ ഇതിലുള്ളതാണ് 3D മോഡ്. അത് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു 3D സറൗണ്ടിങ് എഫക്റ്റ് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പ്രസ് ചെയ്തിട്ട് എനിക്ക് നോർമലിൽ നിന്ന് വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോൾ നല്ല രീതിയിലൊക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് കിട്ടുമായിരിക്കാം. അപ്പം അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റി ഞാൻ പറയുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു ബാസിൻ്റെ എത്രത്തോളം പവർ ഉണ്ട് എന്നുള്ളതും എത്രത്തോളം ലൗഡ് ഉണ്ട് എന്നുള്ളതും ആ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതൊന്ന് കണ്ടുപോകാം. पृथ्वीराज चौहान का दिल्ली के सिंहासन ബാസിന്റെ പവർ നമുക്ക് 12 ലെവൽ വരെ കൂട്ടാൻ സാധിക്കും. എൻ്റെ പൊന്നെ, അത്രയെല്ലാം ഒന്നും ഇടല്ലേ. ഇപ്പൊ തന്നെ നിങ്ങൾ കേട്ടത് 1, 2, 3 ലെവലിലൊക്കെയാണ്. കാരണം അത്രയും പവർഫുൾ ആണ്. മാത്രമല്ല നല്ല സൗണ്ട് നല്ല രീതിയിൽ തന്നെ ലൗഡ് ആണ്. അതിനനുസരിച്ച് തന്നെ നല്ല ക്ലിയറിലും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മോഡുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ സ്വിച്ച് ചെയ്തൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ സൗണ്ട് എക്സ്പീരിയൻസ് ലഭിക്കും. ഈ സൗണ്ട് ബാർ പോലെ തന്നെ ബഡ്ജറ്റ് ആയുള്ള എമൗണ്ടിന് കിട്ടുന്ന വയർലെസ് ഹെഡ്ഫോൺ ആണ് GOBOLD 400 എന്ന് പറഞ്ഞുള്ള ഈ ഒരു മോഡൽ. ഡിസൈൻ ഇപ്പൊ എന്തായാലേ സാധാരണ ഒരു ഹെഡ്ഫോൺ കാണുന്ന പോലെ തന്നെയാണ്. ഡിസൈനിൽ വലിയ മാറ്റമൊന്നും
ഇല്ലെങ്കിലും അത്യാവശ്യത്തിന് ബിൽഡ് ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ഉണ്ട്. ഇതേപോലെ ഫോൾഡ് ചെയ്യാനും സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതുകൊണ്ട് തന്നെ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാൻ നല്ല ഈസി ആയിരിക്കും. പിന്നെ ഡാമേജ് വരാതിരിക്കാൻ ഇത് സഹായിക്കും. വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റന്റും ഇതിനുണ്ട്. പിന്നെ ഇതിന്റെ എടുത്തു പറയേണ്ടത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു നല്ലൊരു സാധാരണ ഇയർഫോൺ ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് തന്നെയാണ്. ഒരു വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതിൽ ബ്ലൂടൂത്ത് 5.2 ആണ് കൊടുത്തിട്ടുള്ളത്. കണക്ടിവിറ്റി എല്ലാം നല്ല ഫാസ്റ്റ് ആണ്. മാത്രമല്ല നമുക്ക് ഓസ് കേബിൾ കണക്ട് ചെയ്തുകൊണ്ടും ഇത് വർക്ക് ചെയ്യാൻ സാധിക്കും. സൗണ്ട് ക്വാളിറ്റി ഓവർ ആയുള്ള ബാസോ ട്രബിളോ ഒന്നും ഇല്ലാതെ ഒരു ക്ലിയർ ആയുള്ള സൗണ്ട് ആണ് ഈ ഒരു 40mm ഡ്രൈവിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇതിൽ പാസീവ് നോയ്സ് ക്യാൻസലേഷനും വോയിസ് അസിസ്റ്റൻസ് ഫെസിലിറ്റിയും അവർ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഹെഡ്ഫോണിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിന്റെ കൺട്രോളിംഗ് ബട്ടൺസ് എല്ലാം വരുന്നത്. അതിന്റെ താഴെയായിട്ട് തന്നെ ഇൻബിൽഡ് ആയിട്ട് മൈക്കും കൊടുത്തിട്ടുണ്ട്. മൈക്കിന്റെ ക്വാളിറ്റി അങ്ങനെ എടുത്തു പറയേണ്ട സംഭവമൊന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോഴാണ് അതിനൊക്കെയുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. എന്നാലും വലിയൊരു സംഭവമായിട്ട് പറയാൻ മാത്രം ഒന്നുമില്ല. ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് 15 hours പ്ലേ ടൈം കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. അതേപോലെ തന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. യെസ്, അപ്പൊ ഞാൻ ആദ്യത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെറ്റപ്പുകളൊക്കെ ചെയ്യുമ്പോഴേക്ക് ഏകദേശം നമ്മുടെ കയ്യിലുള്ള പോക്കറ്റുള്ള എമൗണ്ട് ഒക്കെ തീരും. ആ ഒരു സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയ സാധനമാണ് ഈ ഒരു ബഡ്ജറ്റ് ആയുള്ള സൗണ്ട് ബാർ. നല്ല സൗണ്ട് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിലധികം ബാസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെക്കമെൻഡഡ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എപ്പോഴും വേണമെങ്കിൽ പ്രൈസ് കൂടാം, ചിലപ്പോൾ ഞാൻ പറഞ്ഞതിനേക്കാൾ കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ലിങ്കിൽ ചെക്ക് ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതും ഇതുപോലുള്ള വീഡിയോസ് വേണോ എന്നുള്ളതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.